ബേസിക്കലി ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് കുറെ തിയറി പോർഷൻസ് ആണ്. മെയിൻ ആയിട്ട് ഇതിനകത്തുണ്ട് നമുക്ക് വേണ്ടുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ആർ it mainly deals with the movement of electrons in the quantum well. Quantum well or the interface between the heterojunction. ഇപ്പൊ എന്താ ക്വാണ്ടം വെൽ എന്താണ്? ക്വാണ്ടം വെൽ എന്ന് പറയുന്നത് ക്വാണ്ടം വെൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? 3,5 കോമ്പൗണ്ട്സ് ആയിട്ടുള്ള അലുമിനിയം ഗാലിയം ആർസനൈഡ് ആൻഡ് ഗാലിയം ആർസനൈഡ് ഡിഫറെന്റ് ബാൻഡ് ഗ്യാപ്പ് ഉള്ള മെറ്റീരിയൽസ് ആണ്. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർഫേസിൽ ഒരു ഗാലിയം ആർസനൈഡിൽ ഒരു വെൽ ട്രയാങ്കുലർ ഷേപ്ഡ് വെല്ല് ഫോം ചെയ്യുമെന്ന് പറയാം. അതിനെയാണ് നമ്മൾ ക്വാണ്ടം വെൽ എന്ന് പറയുന്നത്. ഈ ഇന്റർഫേസിൽ അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെയും ഗാലിയം ആർസനൈഡും when we combine two dissimilar materials having different band gap, they forms a junction. ആ ഇന്റർഫേസിൽ ഉണ്ടാവുന്ന ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് ടൈപ്പ് മൂവ്മെന്റ് ഉണ്ടെന്ന് പറയാം ചാർജ് കാരിയേഴ്സിന്. ഫസ്റ്റ് വൺ parallel transport and second one perpendicular transport. If the parallel transport means if the movement of charge carriers in the interface is parallel to the interface, then it is known as parallel transport. Parallel transport, perpendicular transport means if the movement of charge carriers in the well or in the interface is perpendicular to the interface, then it is known as perpendicular transport. ഇപ്പൊ ഈ രണ്ട് പാരലൽ ട്രാൻസ്പോർട്ടും പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ടും അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ എഫക്ട് എന്താണ്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിലുള്ള എഫക്ട് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂളിലായിട്ട് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ക്വാണ്ടം വെൽസ് ആർ ഫോംഡ് അറ്റ് ദ ഇന്റർഫേസ് ബിറ്റ്വീൻ സെമി കണ്ടക്ടേഴ്സ് ഓഫ് ഡിഫറെന്റ് ബാൻഡ് ഗ്യാപ്സ്. ഓർ വി ക്യാൻ സേ ദാറ്റ് ക്വാണ്ടം വെൽസ് ആർ ഫോംഡ് അറ്റ് ദ ഇന്റർഫേസ് ഓഫ് heterojunctions. Between semiconductors of different band gap means heterojunction. Okay, then conduction band electrons in these quasi 2D wells behave almost as free carriers for their motion along plane parallel to the interface of the well. And then if we combine in the interface, at the interface of heterojunction there is a well, and in the well the movement of the in the interface at the interface, what happens at the interface, if the movement of electrons are in a parallel manner, it is known as parallel transport. Conduction band conduction are ഈ വെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്നാണ് ഫ്രീ മൂവ് ഇലക്ട്രോൺസ് ആണ്, ഫ്രീ ടു മൂവ് ഇലക്ട്രോൺസ് ആണ്. കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് ഇൻ ദീസ് കോസി 2D well behave almost as free carriers for their motion along the plane parallel to the interface. ആ ബെല്ലില് വെൽ സ്ട്രക്ചർ ഫോം ചെയ്ത് ഹെട്രോ സ്ട്രക്ചറിന്റെ ഇന്റർഫേസിൽ വെൽ സ്ട്രക്ചർ ഫോം ചെയ്തു, ബെല്ലിൽ ക്വാണ്ടം വെൽ ഫോം ചെയ്തു. ആ ക്വാണ്ടം ബെല്ലിലെ ഇലക്ട്രോൺസ് മൂവ്മെന്റ് ഇഫ് ഇറ്റ് ഈസ് പാരലൽ ടു ദ ഇന്റർഫേസ്, ഇറ്റ് ഈസ് നോൺ ആസ് പാരലൽ ട്രാൻസ്പോർട്ട്. And that type of transport is known as parallel transport. If the transport of electrons is perpendicular to the well, perpendicular to the interface, then it is known as perpendicular transport. Perpendicular transport is based on quantum tunneling. Perpendicular transport means നമ്മളിപ്പം ആ വെൽ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ് അലുമിനിയം ഗാലിയം ആർസനൈഡ്, ദെൻ ഗാലിയം ആർസനൈഡ് ആണ്. അതിന്റെ ആ കോമ്പിനേഷൻ വരുമ്പോൾ ഫസ്റ്റ് ആദ്യം നമുക്കൊരു ബാരിയർ, ഈ ഗാലിയം ആർസനൈഡിലാണ് വെൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്, പിന്നെ അലുമിനിയം ഗാലിയം ആർസനൈഡ് ബാരിയർ, അങ്ങനെയാണ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പം ഈ വെല്ലിലുള്ള ഇലക്ട്രോൺസ് ഈ ബാരിയർ ആയിട്ടുള്ള അലുമിനിയം ഗാലിയം ആർസനൈഡ് ക്രോസ് ചെയ്ത് നെക്സ്റ്റ് വെല്ലിലോട്ട് മൂവ് ചെയ്യും. അതിനെയാണ് പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതിനെയാണ് ടണലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ടണലിംഗ് ഒക്കർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടണലിംഗ് ഈസ് നോട്ട് possible in all type of semiconductors. It is mainly for a special type of semiconductors. അതിനു വേണ്ടി നമ്മൾ എന്താണ് വേണ്ടത്, ബാരിയറിന്റെ തിക്നെസ് ലെസ് ദാൻ 5 നാനോമീറ്റർ ആയിരിക്കണം.
അങ്ങനെയുള്ള സ്പെഷ്യൽ സ്ട്രക്ചേഴ്സിൽ മാത്രമേ ടണലിംഗ് എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ ഈ പാരലൽ മൂവ്മെന്റ് എല്ലാ സെമി കണ്ടക്ടർ ഡിവൈസസിലും ഉള്ള ഒരു മൂവ്മെന്റ് ആണ് പാരലൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. Okay, parallel transport. Electronic transport is parallel to if the electronic transport is parallel to the potential barrier at the interface, it is known as parallel transport. And in parallel transport, there occurs mainly electron scattering. There are chances for electron scattering due to transport, since we are dealing with a low dimensional system. Low dimensional system means nanostructures. Nanostructures are one dimensional, zero dimensional, two dimensional, low dimensional structures ആണ്. So ഈ low dimensional structures ഈ parallel movement ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാവും? Scattering effect, electron scattering occur. Parallel transport in nanostructures was happening in all nano devices like MOSFET, MOSFET, etc. MOSFET എന്ന് പറഞ്ഞാൽ എന്താണ്? MOSFET means modulation. MOSFET means silicon based ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്റർ ആണ് MOSFET. While MOSFET is modulation topped field effect transistor ആണ് MOSFET. MOSFET is ഒരു നാനോ ഡിവൈസ് ആണ്. ഇറ്റ് ഈസ് heterojunction based nano transistor. Heterojunction based nano device means 3-5 compounds in the structure വെച്ചിട്ടാണ് ആ ട്രാൻസിസ്റ്റർ നമ്മൾ ഫോം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ എങ്ങനെയാണ് ഹെട്രോജങ്ഷനിൽ ആ ഇന്റർഫേസിൽ എങ്ങനെയാണ് മൊബിലിറ്റി കൂടുന്നത്? എന്തുകൊണ്ടാണ് മൊബിലിറ്റി കൂടുന്നത്? ആ മൊബിലിറ്റി കൂടുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന അലൂമിനിയം ഗാലിയം ആർസനൈഡിലാണ് എൻ ഡോപ്ഡ്. അവിടെയാണ് ചാർജ് കാരിയേഴ്സ് ഉള്ളത്. അവിടെ ഡോപ്പിംഗ് ഉണ്ട് മീൻസ് എന്താണ്? ഇംപ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഡോപ്പിംഗ് മീൻസ് എന്താണ്? അവിടെ നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ആ സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് അടുത്ത എലിമെന്റ് ആയിട്ടുള്ള ഗാലിയം ആർസനൈഡിലോട്ട് വന്നു, മൂവ് ചെയ്തു. അപ്പം ആ ഗാലിയം ആർസനൈഡ് പ്യുവർ മെറ്റീരിയൽ ആണ്, ഓർ ലൈറ്റ്ലി ഡോപ്ഡ് പി മെറ്റീരിയൽ ആണ്. അപ്പൊ അവിടെ ഇംപ്യൂരിറ്റിയുടെ എമൗണ്ട് കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താണ്? ഇംപ്യൂരിറ്റി സ്കാറ്ററിങ്ങിന്റെ എഫക്റ്റ് കുറവായിരിക്കും. പിന്നെ അതാണ് ഈ ഹെട്രോജങ്ഷനിൽ മൊബിലിറ്റി കൂടാനുള്ള റീസൺ. രണ്ടാമത്തെ റീസൺ എന്താണ്? ഈ ഗാലിയം ആർസനൈഡിന്റെ എഫക്റ്റീവ് മാസ് കമ്പയർഡ് ടു സിലിക്കൺ, ജെർമേനിയം, ഇറ്റ്സ് വെരി low. As effective mass is low, it's the relation between effective mass and mobility is inverse relation. That is, as effective mass is low, mobility is high. അങ്ങനെയാണ് മൊബിലിറ്റി കൂടുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കിയത് എന്താണ് പാരലൽ ട്രാൻസ്പോർട്ട് എന്നാണ്. പാരലൽ ട്രാൻസ്പോർട്ട് മീൻസ് ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് ചാർജ് കാരിയേഴ്സ് parallel to the interface of the heterojunction. It is known as parallel transport. And the main scattering occurs in parallel transport are electron phonon scattering, impurity scattering, surface roughness scattering, inter-subband scattering. These are the 4 types of scattering occurs in parallel transport. Then what is phonon? First one is electron phonon scattering. Then what is phonon? Phonon is a quantum of lattice vibration. That means ഒരു സോളിഡ് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ സോളിഡിൽ ഒരുപാട് ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ആറ്റംസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ വൈബ്രേഷന്റെ എനർജിനെയാണ് നമ്മൾ ഫോണോൺ, ക്വാണ്ടം ഓഫ് വൈബ്രേഷൻ എനർജിയാണ് ഫോണോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിംഗ് മീൻസ് ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പം ഈ ഇലക്ട്രോൺസ് ഈ ആറ്റത്തിന്റെ വൈബ്രേഷൻ കാരണം ഇലക്ട്രോൺസ് മൂവ്മെന്റിന് ഫ്ലുവന്റ് ആയിട്ട് അത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു മൊബിലിറ്റിക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ് ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ ലാറ്റിസ് വൈബ്രേഷൻ ഓഫ് ആറ്റംസ്. Electron phonon scattering. Phonon means the quantum of lattice vibration is commonly referred as phonon. It is similar to a photon, and it carries heat in the material. An electron phonon interaction is commonly observed in most of the materials.
And this electron phonon scattering is also depends on temperature. As temperature increases, this phonon effect also, electron phonon scattering also increases. That means as temperature increases, the vibration of the lattice atom vibration also increases. And this causes a decrease in the mobility. Okay. Next one, impurity scattering. Okay, the different types of scattering occurs in parallel transport. And first one is electron phonon scattering. Second one is impurity scattering. Impurity scattering is somewhat less in this case, and this impurity scattering is predominant at low temperatures. Because impurity scattering means heterojunction കേസിൽ ഈ വെൽ ഫോർമേഷൻ അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് ഉള്ള ആ റീജിയൻ എന്ന് പറയുന്നത് ഗാലിയം ആർസനൈഡ് റീജിയൻ ആണ്. ആ ഗാലിയം ആർസനൈഡ് റീജിയനിൽ എന്തുണ്ടാവില്ല, impurities ഉണ്ടാവില്ല. അത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. സോ there is no impurities. അപ്പം impurities ഇല്ലാത്തത് കൊണ്ട് അവിടെ സ്കാറ്ററിംഗും കുറവായിരിക്കും. പക്ഷേ ടെമ്പറേച്ചർ ഇത് വളരെ കുറവായിട്ടുള്ള ലോ ഡൈമെൻഷണൽ സ്ട്രക്ചേഴ്സിൽ, സെമി കണ്ടക്ടേഴ്സിൽ at low temperature, impurity scattering contributes a large contribution. That means temperature കൂടുമ്പോൾ dominate ചെയ്യുന്നത് electron phonon scattering ആണ്. അപ്പം low temperature electron phonon scattering ന്റെ എഫക്ട് ഉണ്ടാവില്ല. സോ low temperature എഫക്ട് ഉണ്ടാക്കുന്നത് impurity scattering ആണ്. In modulation doped heterostructures, the charged donors are located in the aluminum gallium arsenide, while electron motion takes place in a separated region in the gallium arsenide, parallel to the interface, which is separated from impurities. മോസ്റ്റ് സ്ട്രക്ചേഴ്സിന്റെ കേസിലും ഇതുപോലെ തന്നെയാണ്. മോസ്റ്റ് സ്ട്രക്ചേഴ്സിന്റെ കേസിലും ഒരു ചാനലിൽ കൂടെയാണ് ഇലക്ട്രോൺസ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. സോ അവിടെയും എന്താണ്, ഇംപ്യൂരിറ്റി സ്കാറ്ററിംഗ് കുറവായിരിക്കും. സിമിലർലി ഇൻ മോസ്റ്റ് സ്ട്രക്ചേഴ്സ് ഇലക്ട്രോൺസ് മൂവ് വിത്തിൻ ദ ഇൻവേർഷൻ ചാനൽ വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഇംപ്യൂരിറ്റീസ് located in the thin gate oxide. Impurity scattering, in order to find the effect of impurity scattering, we take some assumptions in heterostructures. Impurities are supposed to be located in the 2D plane at a distance d of the electron channel. And however, there is optimum value of d, because if d is too large, if the concentration of electrons in the channel diminishes significantly as a consequence of the decrease in the electric field, and the transconductance of most MOSFETs is greatly reduced. And electrons in the channel which participate in the scattering events are those with energies very close to the Fermi levels. സ്കാറ്ററിംഗിൽ ഇൻവോൾവ് ചെയ്യുന്ന ഈ വെല്ലില് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസ് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഇംപ്യൂരിറ്റി അയോൺസ് ഉണ്ടാവും. അതിനകത്തോട്ട് മൂവ് ചെയ്ത് അതിനകത്ത് ഇംപ്യൂരിറ്റി കൊളിഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഫെർമി ലെവൽ, അത്രയും ഫെർമി ലെവൽ ഉള്ള ഇലക്ട്രോൺസ് മാത്രമേ that collision participate ചെയ്യുള്ളൂ. Also assume that concentration of impurities is not too high. ഇതൊക്കെ സം അസംഷൻസ് ആണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് പറയേണ്ടത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് impurity scattering occur ചെയ്യുന്നത്
ഇമ്പ്യൂരിറ്റി സ്കാറ്ററിങ് ഹെട്രോജംഗ്ഷന്റെ കേസിൽ അല്ലെങ്കിൽ ലോ ഡയമെൻഷണൽ മെറ്റീരിയൽസിന്റെ കേസിൽ ഇമ്പ്യൂരിറ്റി സ്കാറ്ററിങ്ങിന്റെ എഫക്ട് കുറവായിരിക്കും. ബിക്കോസ് ലോ ഡയമെൻഷണൽ മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അലൂമിനിയം ഗാലിയം ആർസനൈഡ് ഹെട്രോജംഗ്ഷനിൽ ആ ചാനൽ ഫോം ചെയ്തേക്കുന്നത് ഗാലിയം ആർസനൈഡിലാണ്. ഗാലിയം ആർസനൈഡ് ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ല. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഇമ്പ്യൂരിറ്റീസുമായിട്ട് കൊളൈഡ് ചെയ്ത്, കാരണം ഗാലിയം ആർസനൈഡ് പ്യുവർ മെറ്റീരിയൽ ആണ്, ഇമ്പ്യൂരിറ്റീസുമായിട്ട് കൊളൈഡ് ചെയ്ത് അവിടെ മൊബിലിറ്റി കുറയ്ക്കാനുള്ള പോസിബിലിറ്റീസ് ഒന്നുമില്ല. പക്ഷെ ഇനഫ്, അതായത് ഫെർമി ലെവൽസ് ഒക്കെ ഒരുവിധം ഹൈ ആയിട്ടുള്ള ഇലക്ട്രോൺസ് അപ്പുറത്തെ സൈഡിലോട്ട് പോയി അവിടെ കൊളിഷൻ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പറയുന്നത് ലോ ടെമ്പറേച്ചറിലാണ് ഇമ്പ്യൂരിറ്റി സ്കാറ്ററിങ്ങിന് ഡോമിനൻസ് വരുന്നത്. ഓക്കെ, ലോ ടെമ്പറേച്ചറിൽ അതിന്റെ ഡോമിനൻസ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്കാറ്ററിംഗ് മെത്തേഡ്സ് ഒന്നും ആ ലോ ടെമ്പറേച്ചർ ബിലോ 50 കെൽവിനിൽ ഡോമിനന്റ് ആയില്ല. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡോമിനന്റ് ആയിട്ട് വരുന്നത് ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിംഗ് ആണ്. Surface roughness scattering. Surface roughness scattering means സർഫസിന്റെ അറ്റോമിക് ലെവലിൽ ഉണ്ടാവുന്ന അതിന്റെ അറേഞ്ച്മെന്റ്സിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അത് കൊളൈഡ് ചെയ്തിട്ടുണ്ടാവുന്ന സ്കാറ്ററിംഗ് ആണ് സർഫസ് റഫ്നെസ് സ്കാറ്ററിംഗ്. ഇഫ് ദ റഫ്നെസ് ഓഫ് ദ സർഫസ് ഈസ് ഹൈ, it is more. This surface roughness scattering is more. But in case of heterojunctions, this surface roughness scattering effect is also less. ബിക്കോസ് എന്താണ്, ഈ ഹെട്രോജംഗ്ഷൻസ് ആണ് നമ്മൾ ഫോം ചെയ്തേക്കുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫാബ്രിക്കേഷൻ മെത്തേഡ് ആയിട്ടുള്ള മോളിക്കുലാർ ബീം MBE ഒക്കെ നമ്മൾ ഫോം ചെയ്തേക്കുന്നത് മോളിക്കുലാർ ബീം എപ്പിടാക്സി മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഹെട്രോസ്ട്രക്ചേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെയാണെങ്കിൽ ഈ ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ ഈ റഫ്നെസ് വളരെ മൈന്യൂട്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇന്റർഫേസ് സ്കാറ്ററിംഗ് ഈ സർഫസ് റഫ്നെസ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഹെട്രോജംഗ്ഷന്റെ കേസിൽ. ഇന്റർഫേസ് സ്കാറ്ററിംഗ് ഈസ് ഡ്യൂ ടു ഇന്ററാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് റഫൻഡ് സർഫസ് ഇൻ കോൺട്രാസ്റ്റ് ടു ആൻ ഐഡിയൽ പെർഫെക്റ്റ് ഫ്ലാറ്റ് സർഫസ്. സർഫസ് റഫ്നെസ് ഉണ്ടെങ്കിൽ ഒക്കർ ചെയ്യുന്ന സ്കാറ്ററിംഗ് ആണ് സർഫസ് റഫ്നെസ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. Interfaces have a roughness at atomic levels which produces non-specular reflections of carriers and therefore loss of momentum. അപ്പം ഇവിടെ നമുക്ക് മൊമെന്റം ലോസ് ഉണ്ടാവും. അപ്പൊ ആദ്യം ഈ റഫ്നെസ് സർഫസിനകത്ത്, അതായത് ഫൈൻ സർഫസ് അല്ലാന്നുണ്ടെങ്കിൽ ആ സർഫസിനകത്ത് ഇലക്ട്രോൺസ് വന്ന് കൊളൈഡ് ചെയ്തിട്ട് അവിടെ ആറ്റോമിക് ലെവൽസിൽ വന്ന് കൊളൈഡ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കത് എന്താണ്, മൊബിലിറ്റി കുറയും. ഈ സ്കാറ്ററിംഗിന്റെ മെയിൻ എഫക്ട് എന്താണ്, മൊബിലിറ്റി ഡിക്രീസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഹെട്രോ സ്ട്രക്ചേഴ്സിന്റെ കേസിലാണെങ്കിൽ സ്കാറ്ററിംഗ്, ഈ സർഫസ് റഫ്നെസ് സ്കാറ്ററിംഗ് കുറച്ച് കുറവായിരിക്കും. ബിക്കോസ് എന്താണ്, നമ്മൾ ഹൈ എഫക്റ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് മോഡുലേഷൻ ബീം എപ്പിടാക്സി. The contribution of interface scattering in most structures depends on quantum well width. Quantum wellന്റെ വിത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ക്വാണ്ടം വെല്ലിന്റെ ഇപ്പം നമ്മുടെ സ്ട്രക്ചേഴ്സിന്റെ കേസിലാണെങ്കിൽ ക്വാണ്ടം വെൽ എന്ന് പറയുന്നത് തിക്നെസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ മൊമെന്റം എന്ന് പറയുന്നത്, അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ,
ഓക്കെ, നമുക്ക് ഈ റഫ്നെസ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പ്യൂരിറ്റി സ്കാറ്ററിംഗ് പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ ഡോമിനന്റ് അറ്റ് ലോ ടെമ്പറേച്ചർ, സിഗ്നിഫിക്കന്റ് അറ്റ് ടെമ്പറേച്ചർ ലോ ഇനഫ് ഫോർ ഫോനോൺ സ്കാറ്ററിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഇന്റർ സബ് ബാൻഡ് സ്കാറ്ററിംഗ് ആണ്. ഇന്റർ സബ് ബാൻഡ് സ്കാറ്റർ നമ്മൾ പാരലൽ ട്രാൻസ്പോർട്ട് എന്താണെന്ന് പറഞ്ഞു. പാരലൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഹെറ്ററോ ജംഗ്ഷനിലെ ഇന്റർഫേസിൽ ഇലക്ട്രോൺസ് പാരലായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഹെറ്ററോ ജംഗ്ഷന്റെ ഇന്റർഫേസിലാണ് ക്വാണ്ടം വെൽ ഫോം ചെയ്യുന്ന ട്രയാങ്കുലർ ഷേപ്പ് ക്വാണ്ടം വെൽ. ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ ആണെങ്കിൽ അത് നമുക്ക് വെൽ ഷേപ്ഡ് മീൻസ് സ്ക്വയർ ഷേപ്ഡ് വെൽ ഫോം ചെയ്യാൻ പറ്റും. അപ്പം ഈ ഇന്റർഫേസിലുള്ള ഇലക്ട്രോൺസ് മൂവ്മെന്റ്, ഇഫ് ഇറ്റ് ഈസ് പാരലൽ ടു ദ ഇന്റർഫേസ് ഇറ്റ് ഈസ് നോൺ ആസ് പാരലൽ മൂവ്മെന്റ്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇന്റർഫേസ് ഇറ്റ് ഈസ് നോൺ ആസ് perpendicular movement. And in parallel movement, what are the effects that reduces the mobility? That is known as scattering effects. And the first one, phonon electron phonon scattering. Second one is rough surface. Okay, second is impurity scattering, then surface roughness scattering, and inter subband scattering. First one phonon scattering, electron phonon scattering. Phonon means it is a quantum of lattice vibration. ലാറ്റിസ് വൈബ്രേറ്റിംഗ് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സോളിഡിൽ ഉള്ള ആറ്റംസ് അതിന്റെ ലാറ്റിസിൽ മീൻ വിത്ത് റെസ്പെക്ട് ടു മീൻ അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വൈബ്രേഷനിൽ ഇലക്ട്രോൺസ് ആ മുതലൂടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺസ് ആ ആറ്റംസിൽ തട്ടി അതിന് എനർജി ലോസ് ഉണ്ടാവും, മീൻസ് അതിന്റെ മൊബിലിറ്റി കുറയും. ഇതാണ് ഇലക്ട്രോൺ ഫോനോൺ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഈ vibration അല്ലെങ്കിൽ vibration energy ആയ ഫോണോന്റെ എഫക്ട് കൂടുന്നത് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 50 കെൽവിൻ ഇറ്റ്സ് എഫക്ട് ഈസ് മോർ, ലെസ് ദാൻ 50 കെൽവിൻ എഫക്ട് ലെസ് ആയിരിക്കും. ദെൻ നമുക്ക് ഇമ്പ്യൂരിറ്റി സ്കാറ്ററിംഗ് വന്നു. ഇമ്പ്യൂരിറ്റി സ്കാറ്ററിംഗിന്റെ കേസിൽ it is predominant or it is dominant at a low temperature because എന്താണ് ബാക്കി ഹൈ ടെമ്പറേച്ചറിൽ ഇത് കോൺസ്റ്റന്റ് ആണ്. എല്ലാ ടെമ്പറേച്ചറിലും ഇമ്പ്യൂരിറ്റി സ്കാറ്ററിംഗ് എഫക്ട് കുറവാണ്, സോറി കോൺസ്റ്റന്റ് ആണ്. അപ്പം ഈ ലോ ടെമ്പറേച്ചറിൽ മറ്റ് എഫക്ട് കുറവായതുകൊണ്ട് ഇത് ഡോമിനേറ്റ് ചെയ്യും. അതാണ് ഇമ്പ്യൂരിറ്റി സ്കാറ്ററിംഗ് ലോ ടെമ്പറേച്ചറിലാണ്. ഇമ്പ്യൂരിറ്റി സ്കാറ്ററിംഗ് ഇത് തന്നെയാണ്, സർഫസിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസിൽ ഈ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് വന്ന് കൊളൈഡ് ചെയ്ത് അതിന്റെ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആവും. അതാണ് ഇമ്പ്യൂരിറ്റി സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇമ്പ്യൂരിറ്റീസ് കുറവായതുകൊണ്ട്, കാരണം അലൂമിനിയം ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്നത് പ്യുവർ മെറ്റീരിയൽ ആണ്, ഇമ്പ്യൂരിറ്റീസ് ആബ്സെന്റ് ആണ്, അതുകൊണ്ട് ഇവിടെ കൊളിഷന്റെ എമൗണ്ട് കുറവായിരിക്കും. ഈ സർഫസ് റഫ്നെസ് സ്കാറ്ററിംഗും ഹെറ്ററോ ജംഗ്ഷന്റെ കേസിൽ കുറവായിരിക്കും. ബിക്കോസ് എന്താണ്, നമ്മൾ ഒരു ഹൈ ടെക്നിക്ക്, അതായത് മോളിക്കുലാർ ബീം എപ്പിടാക്സി എന്നുള്ള മോസ്റ്റ് മോഡേൺ ആയ ടെക്നിക്കാണ് ഫാബ്രിക്കേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് സർഫസ് വളരെ സ്മൂത്ത് ആയിരിക്കും, റഫ്നെസ് ഉണ്ടാവില്ല, ഇലക്ട്രോൺസ് അവിടെ വന്ന് തട്ടി അതിന് എനർജി ലോസ് ഉണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇന്റർ സബ് ബാൻഡ് സ്കാറ്ററിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ വെൽ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്രോണിക് പെന്നി മോഡൽ വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഈ ക്വാണ്ടം വെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഡിസ്ക്രീറ്റ് ബാൻഡ് ആയിട്ടാണ് കാണുന്നത്. ഓരോ ബാൻഡ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇനി എനർജിയുള്ള ഇലക്ട്രോൺസ് ഒരു ബാൻഡ്, അതിന് മുകളിൽ വേറൊരു ബാൻഡ്, E1 E2 അങ്ങനെ കുറെ ബാൻഡ്സ് ആയിരിക്കും. ആ വെല്ലി സ്ട്രക്ചറിനകത്ത് കുറെ ലൈൻസ് ഉണ്ട്, അതാണ് കുറെ ബാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാൻഡിലുള്ള ഈ ക്വാണ്ടം വെല്ലിലോട്ട് അലുമിനിയം ഗാലിയം ആർസനൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് ക്വാണ്ടം വെല്ലിലോട്ട് മൂവ് ചെയ്തു. ആ ക്വാണ്ടം വെല്ലിലുള്ള ഇലക്ട്രോൺസ് ഡിഫറെന്റ് ബാൻഡ്സിലാണ് ഓക്കുപ്പൈ ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് വരുന്ന ഇലക്ട്രോൺ ഹയർ ബാൻഡിൽ വന്നിട്ട് അത് ട്രാൻസിഷൻ ഒക്കർ ചെയ്യും. അപ്പൊ ഇങ്ങനെ അത് മൂവ് ചെയ്യുമ്പോൾ തമ്മിൽ ഇന്റർ ബാൻഡ് ആയിട്ട് ഇലക്ട്രോൺസിന് കൊളിഷൻ വരാം, അല്ലെങ്കിൽ ഇൻട്രാ ബാൻഡ് വിത്തിൻ ദ ബാൻഡ്. ഇപ്പൊ E1 എന്നുള്ളൊരു ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ബാൻഡ് ഇറ്റ്സെൽഫ്, ഈ E1 എന്നുള്ള ബാൻഡിൽ തന്നെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ അങ്ങനെ മൂവ്മെന്റ് കാരണം അതിന് എന്തുണ്ടാവും, അതിന്റെ മോഷൻ റെസ്ട്രിക്റ്റഡ് ആവും. അതാണ് നമ്മൾ പറയുന്നത് സബ് ബാൻഡ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്.
inter subband scattering. Large electrons concentrated in the well, the levels with energies higher than the first one, E1, will start to become filled. First highest level ആയിരിക്കും fill ചെയ്യുന്നത്. ആ highest levelൽ നിന്ന് lower levelലോട്ട് electrons transition ഉണ്ടാവും. അങ്ങനെ transition movement, പിന്നെ അതുപോലെ തന്നെ within the band n equal to 1 ഇപ്പൊ n equal to 2 എന്നുള്ള ബാൻഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഉണ്ടാവും. അങ്ങനെ അതിനെയാണ് നമ്മൾ ഇന്റർ ബാൻഡ് എന്ന് പറയുന്നത്, സോറി ഇൻട്രാ ബാൻഡ് എന്ന് പറയുന്നത്. മറ്റേത് വിത്തിൻ n equal to 1 എന്ന ലെവൽ, n equal to 2 എന്നുള്ള ലെവലിൽ ഇലക്ട്രോൺസ് മൂവ്മെന്റ് ഉണ്ടാവുന്നതിന് ഇന്റർ ബാൻഡ് എന്ന് പറയും. അങ്ങനെ മൂവ്മെന്റ് കാരണം അതിന്റെ മൊബിലിറ്റി കുറയും. അതിനെയാണ് ഇന്റർ സബ് ബാൻഡ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു മൊബിലിറ്റിയുടെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തേക്കാണ്. അതായത് ടെമ്പറേച്ചർ മൊബിലിറ്റി. ഇപ്പൊ ടെമ്പറേച്ചർ നമുക്ക് നോക്കി അറിയാം, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് മൊബിലിറ്റി എന്ത് ചെയ്യുന്നു, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് മൊബിലിറ്റി ഡിക്രീസസ്. അപ്പൊ മൊബിലിറ്റി ഡിക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏത് എഫക്റ്റ് ആണ്, ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിംഗ് എഫക്റ്റ് ആണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതിന്റെ എഫക്റ്റ് ആയിട്ടാണ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് മൊബിലിറ്റി ഡിക്രീസസ്. ഇത് മോസ്ഫെറ്റിന്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മൊബിലിറ്റിക്ക് അത്ര വലിയ ഒരു കുറവ് സംഭവിക്കത്തില്ല മൊബിലിറ്റി. കാരണം മോസ്ഫെറ്റിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. മോസ്ഫെറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒരു ഹെട്രോജംഗ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്റർ ആണ്. ഹെട്രോജംഗ്ഷൻ ബേസ്ഡ് ആകുമ്പോൾ വെൽ ഫോർമേഷൻ പ്യുവർ മെറ്റീരിയൽ ആയിട്ടുള്ള ഗാലിയം ആർസനൈഡിലാണ്. അപ്പൊ ആ ഗാലിയം ആർസനൈഡിൽ ഇമ്പ്യൂരിറ്റി സ്കാറ്ററിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താണ് മൊബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എഫക്റ്റീവ് മാസിന്റെ കേസും പറയാം. പിന്നെ ഇത് കൂടാതെ തന്നെ മൊബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സ്പേസ് അതുപോലെ തന്നെ ഈ മൊബിലിറ്റി കൂട്ടാൻ വേണ്ടി വേറൊരു കാര്യം കൂടി ചെയ്യാറുണ്ട്. നമ്മളിപ്പം ഈ അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെ ഇന്റർഫേസിൽ തന്നെ ഒരു സ്പേസർ എന്ന് പറയുന്ന ഒരു ഈ ഗാലിയം ആർസനൈഡിന്റെ തന്നെ പ്യുവർ മെറ്റീരിയൽ കുറച്ചും കൂടെ വെക്കും. അപ്പം എന്താണ് കുറച്ചും കൂടെ അലുമിനിയം ഗാലിയം ആർസനൈഡിൽ നിന്നുള്ള സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ ഇംപ്യൂരിറ്റി കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ അങ്ങനെ ഒരു സ്പേസർ മെറ്റീരിയലും കൂടെ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ഹോട്ട് ഇലക്ട്രോൺസ് ഇൻ പാരലൽ ട്രാൻസ്പോർട്ട്. ഇപ്പം നമ്മൾ ഹോട്ട് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ if you apply electric field to this hetero junction, എന്ത് സംഭവിക്കും, ആ ഹെട്രോ ജംഗ്ഷനിലുള്ള ഇലക്ട്രോൺസിന് കൂടുതൽ ആസ് വി അപ്ലൈ ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ എനർജി അക്വയർ ചെയ്യും. ആ എനർജി അക്വയർ ചെയ്തിട്ട് അതിന്റെ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ലാറ്റിസ് എനർജിയെ കാട്ടിയും കൂടുതൽ ലെവലിലോട്ട് പോകും. അങ്ങനെയുള്ള ആ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഹോട്ട് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. Electrons are accelerated by the electric field to kinetic energies much higher than their energies at thermal equilibrium. Thermal equilibrium അതിനൊരു എനർജി ഉണ്ട്, അതിനേക്കാൾ ഹയർ എനർജിയിലോട്ട് കൊണ്ടുപോകണം by applying electric field, external electric field. After the acceleration by high electric field, the electron energy distribution corresponds to an effective temperature higher than that of crystal lattice, and the electrons receive the name hot electrons. By applying an external electric field, we increase the energy levels of electrons in the quantum well to above the effective temperature or above the crystal lattice energy. Then that type of electrons are known as the electrons that attaining energy greater than crystal lattice energy are known as hot electrons.
വെലോസിറ്റി ആണ്. നെക്സ്റ്റ് വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി in parallel transport is real space transfer. പാരലൽ ട്രാൻസ്പോർട്ട് എന്താന്ന് പറഞ്ഞു? പാരലൽ ട്രാൻസ്പോർട്ടിന് ഉണ്ടാവുന്ന സ്കാറ്ററിംഗ് എഫക്ട്സ് പറഞ്ഞു. ദെൻ എന്താണ് ഹോട്ട് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു. ദെൻ വാട്ട് ഈസ് റിയൽ സ്പേസ് ട്രാൻസ്ഫർ, RST. ഈ റിയൽ സ്പേസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി അലുമിനിയം ഗാലിയം ആർസനൈഡ് ഹെട്രോജംഗ്ഷനിൽ ഇലക്ട്രോൺസ് മൂവ്മെന്റ് ഫ്രം അലുമിനിയം ഗാലിയം ആർസനൈഡ് ടു ഗാലിയം ആർസനൈഡ് ആണ്. അങ്ങനെയാണ് മൂവ്മെന്റ്. അപ്പം ഈ ഹോട്ട് ഇലക്ട്രോൺസ് ആയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ എക്സ്റ്റേണലി ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വെല്ലിലുള്ള മീൻസ് ഗാലിയം ആർസനൈഡിലുള്ള ഇലക്ട്രോൺസിന് ലാറ്റിസ് എനർജിയെക്കാട്ടി കൂടുതലുള്ള ഒരു എനർജി കിട്ടും ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയുള്ള ഇലക്ട്രോൺസ് ക്വാണ്ടം ബെല്ലായിട്ടുള്ള ഗാലിയം ആർസനൈഡിൽ നിന്ന് റിവേഴ്സ് ആയിട്ട് മൂവ് ചെയ്യും. ഗാലിയം ആർസനൈഡിൽ നിന്ന് അലുമിനിയം ഗാലിയം ആർസനൈഡിലോട്ട് മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ റിയൽ സ്പേസ് ട്രാൻസ്ഫർ, RST എന്ന് പറയുന്നത്. Okay, the interesting effect called real space transfer arises for hot electrons. It occurs for hot electrons parallel transporting quantum heterostructure. In the energy of the hot electron, if the energy of the hot electron is high enough, some of them will be able to escape from the well. Okay, that means gallium arsenide escape ചെയ്ത് എവിടോട്ട് പോകും? തിരിച്ച് അത് വന്ന പൊസിഷനായ അലുമിനിയം ഗാലിയം ആർസനൈഡിലോട്ട് പോകും. Electrons are transferred from undoped gallium arsenide to the surrounding aluminum gallium arsenide doped semiconductor. It means electrons can be transferred from high electron mobility material to one with a lower mobility as voltage between source and drain is increased. That means നമ്മൾ external electric field അപ്ലൈ ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയലാണ് അലൂമിനിയം ഗാലിയം ആർസനൈഡ് ഹെട്രോജംഗ്ഷനിൽ ഏത് മെറ്റീരിയലാണ് മൊബിലിറ്റി കൂടുതലുള്ളത്? ഗാലിയം ആർസനൈഡ്, സിൻസ് there is no impurity atoms in gallium arsenide. ഈ ഗാലിയം ആർസനൈഡിലുള്ള മൊബിലിറ്റി കൂടിയ മെറ്റീരിയലിൽ നിന്ന് റിവേഴ്സ് ട്രാൻസ്ഫർ ഉണ്ടാവും. അതായത് അവിടെ നിന്ന് ഇലക്ട്രോൺസിന് നമ്മൾ കൊടുത്ത വോൾട്ടേജ് അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ഇനഫ് കൈനറ്റിക് എനർജി കിട്ടിയിട്ട് അത് ജമ്പ് ചെയ്ത് തിരിച്ച് അലൂമിനിയം ഗാലിയം ആർസനൈഡിലോട്ട് പോകും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ എന്താണ്? മൊബിലിറ്റി ഡിക്രീസ് ചെയ്യും. As a consequence, a negative differential resistance region in the IV characteristics is observed. ഇതാണ് സ്ട്രക്ചർ കാണിച്ചിരിക്കുന്നത്. അലുമിനിയം ഗാലിയം ആർസനൈഡ് അലുമിനിയം ഗാലിയം ആർസനൈഡിൽ ഇംപ്യൂരിറ്റി ആറ്റംസ് ഒക്കെ ഉണ്ട്. ആ വെല്ലിലാണ് ഇലക്ട്രോൺസ് ഉണ്ട്. ഗാലിയം ആർസനൈഡ് എന്നുള്ള വെല്ലിലാണ് ഇലക്ട്രോൺസ് ഉള്ളത്. ഈ വെല്ലിലുള്ള ഇലക്ട്രോൺസിന് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് വീണ്ടും അലുമിനിയം ഗാലിയം ആർസനൈഡിലോട്ട് മൂവ് ചെയ്യും. ഗാലിയം ആർസനൈഡിൽ നിന്ന് അലുമിനിയം ഗാലിയം ആർസനൈഡിലോട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അപ്പൊ എന്തുവരും? വോൾട്ടേജ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് വോൾട്ടേജ് കറണ്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആസ് വി ഇൻക്രീസ് ദ ഇലക്ട്രിക് ഫീൽഡ് കറണ്ട് ഓൾസോ ഇൻക്രീസസ്. അറ്റ് എ പർട്ടിക്കുലർ ലെവൽ കറണ്ട് സ്റ്റാർട്ട്സ് ഡിക്രീസിങ്. ആ പർട്ടിക്കുലർ ലെവൽ എന്താണ്? ഇനഫ് വോൾട്ടേജ് കൊടുത്തു ഹോട്ട് ഇലക്ട്രോൺസ് ഫോം ചെയ്യാൻ. ഹോട്ട് ഇലക്ട്രോൺസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? റിവേഴ്സ് മൂവ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ കറണ്ടിന്റെ എമൗണ്ട് കുറയും. അതാണ് ഈ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്.